നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. മൗലാഹി പുരുഷവ്യാഘ്ര കിമുനാനാ സമുദ്ധിതാഃ. പണ്ടുപണ്ടേ വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, വളരെ വിശ്വാസമുള്ള ആളുകൾ, നന്നായി അറിയുന്ന ആളുകൾ, ജീവൻ അങ്ങേക്ക് വേണ്ടിയിട്ട് പരിത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ, അവർക്ക് പോലും ഒരുമിച്ച് നിൽക്കാൻ പറ്റാതുള്ള അവസ്ഥ വരും. പിന്നെ അവരെ പോലും കൂട്ടിയിണക്കാൻ പറ്റാണ്ട് വരും. അവർ പിൻവാങ്ങിക്കളയും. ഇവിടെ ആകട്ടെ അങ്ങയോട് പണ്ടുപണ്ടേ അടുപ്പമുള്ള ആളുകൾ മാത്രമല്ല അങ്ങയെ സഹായിക്കാനായിട്ട് വന്നു ചേർന്നിരിക്കുന്നത്. 11 അക്ഷൗഹിണികളുണ്ട്. ഇതിൽ വളരെയേറെ ആളുകൾ, വളരെയേറെ സൈന്യങ്ങൾ, രാജാക്കന്മാർ വളരെ ദൂരങ്ങളിൽ നിന്ന് വന്ന് ഇതിൽ ചേർന്ന ആളുകളാണ്. പണ്ടത്തെ പോലെ നമ്മുടെ കൂടെ നിന്ന് ശീലമുള്ളവരെല്ലാം പേരും. എങ്കിലും അങ്ങയോടുള്ള ഒരു സ്നേഹം കൊണ്ട് അവർ വന്നു ചേർന്നിരിക്കുന്നു. അവരിത്തരം വാക്കുകൾ ഭീഷ്മനിൽ നിന്ന് തന്നെ കേട്ടുകഴിഞ്ഞാൽ അത് സത്യമെന്ന് കരുതിയിട്ട് അവർ നിരാശരായിട്ട് അങ്ങേ വിട്ട് അകന്നുകളയും. പിന്നെ അവരെ ഒരുമിപ്പിച്ച് ഒരു മഹാകർമ്മം ചെയ്യിക്കാൻ സാധ്യമേ അല്ലെന്നറിയാം. ഭീഷ്മൻ രഥികളുടെ കാര്യം പറഞ്ഞല്ലോ, അതിരഥികളുടെ കാര്യം പറഞ്ഞല്ലോ. ഈ ഭീഷ്മൻ അതിനുള്ള അറിവുണ്ടോ, ബുദ്ധിശക്തിയുണ്ടോ? രഥാനാം ക്വച വിജ്ഞാനം ക്വച ഭീഷ്മോൽപചേതനഃ. അല്പബുദ്ധിയാണ് ഭീഷ്മൻ. അദ്ദേഹത്തിന് തിരിച്ചറിവില്ല, വിവേകമില്ല. അങ്ങനെയുള്ള ആളിന് രഥികളെയും അതിരഥികളെയും ഒക്കെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം എവിടെ? ഈ അല്പബുദ്ധിയായ ഭീഷ്മൻ എവിടെ? ഒരിക്കലും ഭീഷ്മന് സാധിക്കാത്ത കാര്യമാണത്. ആ ഭീഷ്മനാണ് സർവജ്ഞനെ പോലെ ഇപ്പോൾ ഈ പ്രകാരത്തില് അഭിപ്രായങ്ങൾ പറയുന്നത്. ഈ ഭീഷ്മൻ വിചാരിച്ചാൽ നമ്മുടെ സൈന്യത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കാനാവില്ല. പാണ്ഡവന്മാരെ തോൽപ്പിക്കാനുമാവില്ല. ഭീഷ്മനെ നമ്മുടെ സൈന്യത്തിൽ നിന്ന് പറഞ്ഞയക്കുക, സർവസൈന്യാധിപ സ്ഥാനത്ത് നിന്ന് ഉടനെ തന്നെ നിഷ്കാസനം ചെയ്യുക. പാണ്ഡവരുടെ കാര്യം ഞാനേറ്റു. അഹം ആവാരയിഷ്യാമി പാണ്ഡവാനാമനീകിനീം. പാണ്ഡവന്മാരുടെ സൈനിക നിരകളെ ഞാനൊരാൾ മതി മുഴുവൻ തടുത്തു നിർത്തി തകർത്ത് ദൂരേക്ക് ഓടിച്ചു വിടാൻ. ഈ ഭീഷ്മന്റെ സഹായമൊന്നും വേണ്ട. ഞാൻ ഒരാൾ തന്നെ അത് മുഴുവൻ നിനക്ക് വേണ്ടിയിട്ട് അല്ലയോ കൂട്ടുകാരാ ചെയ്തു തരുന്നുണ്ട്. ഞാൻ അമ്പും വില്ലുമെടുത്ത് പടക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലോ ആസാദ്യമാം അമോഘേഷും ഗമിഷ്യന്തി ദിശോദശ. ഞാൻ പടക്കളത്തിൽ ഇറങ്ങിയാലേ ശത്രു സൈനികരെല്ലാം ഭയപ്പെടും. എന്റെ അമ്പുകള് ഒരിക്കലും ലക്ഷ്യം തെറ്റാത്തവയാണ്. എവിടെ ആരില് അമ്പ് ചെയ്യണമെന്ന് എനിക്കറിയാം. എത്ര വേഗത്തിൽ അമ്പ് കൊള്ളിക്കണമെന്ന് എനിക്കറിയാം. അത് കൃത്യമായി ഞാൻ വളരെ വളരെ വേഗത്തില് ചെയ്തു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് സൈനിക നിരകളിൽ പ്രധാനികളെയെല്ലാം ആദ്യമേ തന്നെ ഞാൻ തകർത്ത് നിലത്തേക്കിടും. അത് കാണുമ്പോ, അമോഘേഷുവായ എന്നെ കാണുമ്പോ, ലക്ഷ്യങ്ങളെല്ലാം തകർത്തെറിയുന്ന അമ്പുകളുടെ ശരമാരി, അമ്പുകളുടെ മഴ പെയ്യിക്കുന്ന എന്നെ കാണുമ്പോ ശത്രുക്കളെല്ലാം 10 ദിക്കുകളിലേക്കും ഭയന്ന് ഓടും. ആരൊക്കെയാ? പാണ്ഡവ സഹ പാഞ്ചാല. പാണ്ഡവന്മാരും പാഞ്ചാലന്മാരുമാണല്ലോ മറുവശത്ത് ഉള്ള പ്രമുഖർ. പിന്നെ അവരെ സഹായിക്കാനുള്ള കുറെ ആളുകളും വേറെയും വന്നു ചേർന്നിട്ടുണ്ട്.
പാണ്ഡവന്മാര് പാഞ്ചാലന്മാരോടൊപ്പം നാലുപാടും ചിതറിയോടും എന്നെ കാണുന്ന അവസരത്തില് ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശാർദൂലം വൃഷഭായിവ, പോത്തുകളുടെ കാളകളുടെ കൂട്ടം. ഒരു സിംഹത്തെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭയന്ന് നാലുപാട് ഓടുക, അതേ പ്രകാരത്തില് യുധിഷ്ഠിരനെ ജയിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കച്ചയും കെട്ടി ഇറങ്ങി വന്നു നിൽക്കുന്ന ഈ പാഞ്ചാലന്മാരും പാണ്ഡവന്മാരും നാലു വഴിക്കും ഓടി രക്ഷപ്പെടും, എന്നെ കണ്ടാൽ മാത്രം മതി. ഇതാണ് അതിമാനിത. ഓരോ വാക്കിലും ആ ഗർവം സ്ഫുരിക്കുന്നു. ഇത് വല്ലതും ഭീഷ്മനെ കൊണ്ട് കഴിയുമോ? സാധ്യമേ അല്ല എന്ന് തുടർന്ന് കർണം പറയാണ്. കോച യുദ്ധം വിമർദോവ മന്ത്രേ സുവ്യാഹൃതാനി ച. അല്ലയോ ദുര്യോധന, യുദ്ധം എവിടെ? ശത്രുക്കളെ മുഴുവൻ തകർത്തെറിയുന്ന കർമ്മം എവിടെ? കൊജ ഭീഷ്മോ, ഈ ഭീഷ്മൻ എവിടെ? ഭീഷ്മന് ഇന്ന് നമ്മുടെ മുന്നിൽ അണിനിരന്ന് നിൽക്കുന്ന പാണ്ഡവന്മാരെ എതിർക്കാനുള്ള ശേഷിയില്ല, അവരെ തകർക്കാനുള്ള ശേഷിയില്ല. യുദ്ധം എവിടെ? ഭീഷ്മൻ എവിടെ? അതേപോലെ ഗൗരവതരമായ വിഷയങ്ങൾ രാജാവ് മന്ത്രിമാരോടൊപ്പം ഇന്ന് ഇരുന്ന് ശ്രദ്ധാപൂർവകമായിട്ട് വിചിന്തനം ചെയ്ത് കാര്യാകാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണ്ടുന്ന തീരുമാനമെടുക്കുമ്പോൾ ആ പ്രകാരത്തിൽ വേണ്ടുന്ന ഉപദേശം നൽകാനുള്ള ബുദ്ധിശക്തി ഈ ഭീഷ്മനുണ്ടോ? ഈ ഭീഷ്മൻ എവിടെ? അതാണ് മന്ത്രേ സുവ്യാഹൃതാനിച്ച, നല്ലവണ്ണം ഉപദേശിക്കപ്പെടുന്നതായ മന്ത്രം എവിടെ? കൊജ ഭീഷ്മോ, ഈ ഭീഷ്മൻ എവിടെ? അതിന് തക്കവണ്ണമുള്ള ബുദ്ധിയൊന്നും ഭീഷ്മനില്ല. ഭീഷ്മനിൽ നിന്നിട്ട് ആ രീതിയിലുള്ളതായ ഉപദേശമൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഈ ഭീഷ്മൻ പണ്ട് പലതുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ധാരാളം കഥകൾ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്. പരശുരാമനെ യുദ്ധത്തില് വെല്ലുവിളിച്ചു തോൽപ്പിച്ചു എന്നും, ഏകരഥിയായിട്ട് അങ്ങ് കാശിരാജ്യത്ത് ചെന്ന് അംബികയെയും അംബാലികയെയും മറ്റു രാജാക്കന്മാരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് കൊണ്ടുവന്നു എന്നും ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഭീഷ്മനെ കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. പണ്ട് ഭീഷ്മൻ ചെയ്ത പരാക്രമങ്ങൾ എന്നാണ് ആളുകൾ പറയുക. പക്ഷേ ആ കാലമെല്ലാം കഴിഞ്ഞു. ഗതവയ, അദ്ദേഹത്തിന്റെ പ്രായം മാറി, ഇപ്പോ വൃദ്ധനാണ്. പണ്ട് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ ഭീഷ്മന് യുദ്ധം ചെയ്യാനോ നല്ല ഉപദേശം നൽകാനോ ബുദ്ധിപൂർവകമായിട്ട് യുദ്ധതന്ത്രങ്ങൾ വരാനോ ശേഷിയില്ല എന്നറിഞ്ഞുകൊള്ളുക. പ്രായം മാറിപ്പോയി, മന്ദാത്മാ എന്ന് മാത്രമല്ല മന്ദബുദ്ധിയായി കഴിഞ്ഞിരിക്കുന്നു. ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ഓർമ്മശക്തി നേരെ പ്രവർത്തിക്കുന്നില്ല. ആ ഒരവസ്ഥയിലായിപ്പോയിരിക്കുന്നു. പോരാത്തതിന് ഇതിലെല്ലാം അപ്പുറം വേറൊരു കുഴപ്പം കൂടിയുണ്ട്. കാലചോദിത, കാലന്റെ പിടിയിൽപ്പെട്ട് നിൽക്കാണ്. ഇനി അധികം നാളൊന്നും ഭീഷ്മനില്ല. യമധർമ്മൻ തന്റെ സൈനികരെ അയച്ച് കൂട്ടിക്കൊണ്ടു പോകാനുള്ള നേരമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള മരിക്കാൻ പ്രായമായി നിൽക്കുന്ന ഈ ഭീഷ്മനെ കൊണ്ട്, അല്ലയോ ദുര്യോധന, അങ്ങക്ക് വേണ്ടുന്നതായിട്ടുള്ള യുദ്ധാദികളും ഉപദേശാദികളും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. ഈ ഭീഷ്മൻ ഏകാഗീ സ്പർദ്ധതേ നിത്യം സർവേണ ജഗതാ സഹ, ഒറ്റയ്ക്ക് ഈ ലോകത്തോട് എല്ലാറ്റിനോടും വഴക്കിടുന്നു, എല്ലാ മനുഷ്യരോടും വിദ്വേഷിക്കുന്നു, എല്ലാവരോടും ചണ്ടയുണ്ടാക്കുന്നു. ഒറ്റയ്ക്ക് ഒരു ഒറ്റയാനാണ് ഈ ഭീഷ്മൻ എന്നറിഞ്ഞുകൊള്ളുക. ലോകത്തിൽ അദ്ദേഹത്തിന് കൂട്ടുകാരനായിട്ട് ഇഷ്ടക്കാരനായിട്ട് ആരും തന്നെയില്ല. ലോകത്തിലുള്ള ഒരു മനുഷ്യനെയും കഴിവുള്ള മനുഷ്യനായിട്ട് ഭീഷ്മൻ അംഗീകരിക്കുന്നുമില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ കഴിവായിട്ട് മാനിക്കാൻ കഴിയുന്ന ആളിന് മാത്രമേ സൗഹൃദമായാലും ശത്രുതയായാലും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനാകൂ.
പക്ഷേ അറിയേണ്ടതറിയാത്തവനായിരിക്കുന്ന ഈ ഭീഷ്മൻ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. പണ്ട് ആളുകൾ പറയുന്ന ഒരു വാക്യമുണ്ട്, വൃദ്ധന്മാരുടെ സമീപത്ത് എന്ന് അവരെ സേവിച്ച് പ്രപഞ്ചത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കണം, കാര്യാകാര്യങ്ങൾ പഠിക്കണം എന്ന്. പക്ഷെ അത് ഈ ഭീഷ്മന്റെ കാര്യത്തിൽ അതും ചേരില്ല. ശ്രോതവ്യം ഖലു വൃദ്ധാനാം ഇതി ശാസ്ത്ര നിദർശനം. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് വൃദ്ധന്മാരുടെ അടുത്ത് നിന്ന് കേൾക്കണം, പഠിക്കണം എന്ന്. കാരണം വളരെയേറെ അറിവുള്ള ആളുകളാണ്, പഠിച്ച ആളുകളാണ്, അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. അവർ ലോകത്തെ ഭംഗിയായി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മറ്റാരിൽ നിന്നും ലഭിക്കാത്തതായ അറിവ് അവിടെ നിന്ന് കിട്ടും. പുസ്തകം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല, അത് ജീവിതത്തിൽ ലോകത്തിൽ പ്രയോഗിച്ച ശീലം വേണം. മറ്റുള്ളവർ ഇത്തരം വിജ്ഞാനത്തെ പ്രയോഗിച്ചിട്ട് ഏതവസ്ഥയിൽ എത്തി എന്നുള്ളതും അറിയണം. ഇങ്ങനെ ലോകപരിജ്ഞാനവും അതേപോലെ ഗ്രന്ഥപരിജ്ഞാനവും അനുഭവ പരിജ്ഞാനവും ഒക്കെയുള്ള ആളുകളാണ് വൃദ്ധന്മാര്. അവരുടെ അടുത്ത് പോയി പഠിക്കണം എന്നാണ് സാധാരണ എല്ലാവരും ഉപദേശിക്കുക. ശാസ്ത്രം പറയുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷേ നത്വേവഹ്യതിവൃദ്ധാനാം, പക്ഷേ തീരെ വയസ്സായ ആളുകളുടെ അടുത്ത് പഠിക്കാൻ പോരുത്.